മിസ് വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എന്താന്ന് കാണിച്ചു തരാം. എൻ്റെ നാട്ടിലൊരു പൂന്തോട്ടം ഉണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെ അത് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഇതാണ് ചെട്ടിപ്പൂ. ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വലുതായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലുതെന്ന്. ഞാൻ ചെറുതായിട്ട് വിചാരിച്ചത്. പക്ഷെ അത് നല്ല വലുപ്പമാണ്. കണ്ടില്ല ഇതിന്റെ വലുപ്പൊക്കെ, ഇതിന്റെ വലുപ്പം ഞെട്ടിപ്പോയിട്ടോ. ഈ വരുന്ന 2 പേരുമാണ് ഈ തോട്ടമുണ്ടാക്കിയത്. മുന്നിൽ വരുന്ന ആളുടെ പേരാണ് പങ്കജ, ബാക്കിൽ വരുന്ന ആളുടെ പേര് അംബിക. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ നിന്ന് ഉദ്ഘാടനമാണെന്ന്. ഉദ്ഘാടനത്തിനായി നാട്ടിലെ മെമ്പർമാരും നാട്ടുകാരും കൃഷി ഓഫീസറും എത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശൈലജ ടീച്ചറാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശൈലജ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിലെ ഉൽപാദന മേഖലയിൽ 1.5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് പൂപ്പൊലി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ ഏകദേശം 80ഓളം ഗുണഭോക്താക്കളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഗുണഭോക്താക്കളെല്ലാം നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളും JLG ഗ്രൂപ്പ് അംഗങ്ങളും മറ്റു വനിതാ കർഷകരുമൊക്കെയാണ്. എന്തായാലും ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ എനിക്ക് തോന്നുന്നു ചെണ്ടുമല്ലി കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്നാലും അവരുടെ വളരെയധികം പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ട് തോട്ടങ്ങളെല്ലാം വളരെയധികം പൂക്കളെ കൊണ്ട് നിറഞ്ഞ് വളരെ ഭംഗിയായി നിൽക്കുകയാണ്. നമ്മൾ പ്രധാനമായി ഇങ്ങനെ ഒരു പദ്ധതി 2023-24 സാമ്പത്തിക വർഷത്തിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വനിതകളൊക്കെ കൃഷിയിലേക്ക് ആകർഷിക്കാനും അതിനോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന പൂക്കളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തുണ്ടാക്കുന്ന പൂക്കൾ, വിഷരഹിതമായ പൂക്കൾ ഓണത്തിന് വരവേൽക്കാൻ തയ്യാറാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് വിജയലക്ഷ്യം കണ്ടതുകൊണ്ടാണ് ഈ പ്രാവശ്യവും പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. എന്തായാലും തുടർന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം പദ്ധതികൾ ഉണ്ടാകും. ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രസംഗിക്കാനായി മെമ്പർ ശ്രീമതി രാധേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ പള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ ഭരണസമിതി അംഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടന വേളയിലാണ് നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2023-24 വാർഷിക പദ്ധതിയിൽ പൂപ്പൊലി പദ്ധതി ഉൾപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ 23-24, ഇപ്പോൾ 24-25 ആ വർഷത്തിൽ തന്നെ നമ്മൾ 2 പ്രാവശ്യങ്ങളായിട്ട് പൂപ്പൊലി കൃഷി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 30-ലേറെ കർഷകർ ഈ പൂപ്പൊലി പദ്ധതി നടപ്പിലാക്കി നല്ല വിളവെടുപ്പും നല്ല ആദായം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യം ഈ പദ്ധതി വെക്കാനുണ്ടായ കാരണം. കൂടാതെ നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണവിപണിയിൽ മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കൾക്ക് വിപണന സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ കർഷകരെ ഇതിലേക്ക് ആകർഷിക്കാൻ ഈ പദ്ധതി കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുമെന്ന ഉദ്ദേശത്തിലാണ് പൂപ്പൊലി പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. പിന്നെ പ്രധാന ഒരു ലക്ഷ്യം നമ്മുടെ തരിശുഭൂമിയൊക്കെ ഈ പദ്ധതി കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നുള്ള ആ ലക്ഷ്യം കൂടി നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ വിപണന കേന്ദ്രം കുടുംബശ്രീയിലെ അയൽക്കൂട്ടം വഴി നല്ലൊരു വിപണന കേന്ദ്രം ഓണച്ചന്തയിലേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കർഷകർക്ക് നല്ല വിളവെടുത്ത് നല്ല ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മേള നമ്മൾക്ക് സാധ്യമാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ വർഷം കൂടി നമ്മൾ 3.5 ലക്ഷം ഫണ്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സബ്സിഡി നിരക്കിൽ നമ്മളൊരു തൈക്ക് 1.5 രൂപ വിലയിലാണ് ഈ കർഷകർക്ക് 2500ഓളം ഹൈബ്രിഡ് തൈകൾ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 5 ഏക്കറിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾക്ക് നല്ല രീതിയിൽ ഇവിടെ കൃഷി ചെയ്യാനും, കൂടാതെ ഇത്രയും നല്ലൊരു കൃഷിസ്ഥലം നമ്മൾക്ക് അനുവദിച്ചു തന്ന മേനാത്ത് അനീഫയ്ക്കാണ് ആദ്യം നന്ദി പറയേണ്ടത്. അവരുടെ സ്ഥലം ഇപ്പോൾ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി നല്ലൊരു യൂണിറ്റ് ആക്കിയിട്ട് ഇവിടെ കൂടുതൽ ചെയ്യാമായിരുന്നു കൂടി ഒരു നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന വർഷങ്ങളിൽ ഈ പ്രദേശം മുഴുവനും കൃഷിത്തോട്ടമാക്കി മാറ്റാനും അതേപോലെ നല്ലൊരു കൃഷി, ചെണ്ടുമല്ലി കൃഷി ഇതേപോലെ നല്ലൊരു ഉദ്ഘാടനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും ഇന്നത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ത കൊടക്കാട്
കൂട്ടുമുച്ചി പ്രദേശത്ത് നടപ്പിലാക്കുകയാണ്. അവിടേക്ക് വരികയും ഈ ചന്ത വിജയിപ്പിച്ചു തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി പ്രസംഗിക്കാൻ മുൻ മെമ്പർ കുഞ്ഞാലിക്കുട്ടിക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ മെമ്പർമാര്, കുടുംബശ്രീ അംഗങ്ങളെ ഞാൻ രാവിലെ നീട്ടാൻ കാണുന്നത് പങ്കജത്തിന് മറ്റേ അംബികേനാണ്. കാരണം ഇവർ വളരെ അധ്വാനിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കാരണം മരുന്നടിച്ചിട്ട് എന്തായാലും ശരി രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ പോകുന്ന അവസ്ഥയാണ്. നല്ല അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലമാണ് ഈ കാണുന്നത്. മേലിലും ഇത്തരം കൃഷി സ്ഥലം ഇല്ലെങ്കിൽ ഇനി നമുക്ക് ഏർപ്പാട് ചെയ്യാം. എൻ്റെ അടുത്തുണ്ട് സ്ഥലം. അതുകൊണ്ട് എല്ലാ അടുത്തതായി ശ്രീമതി കൃഷി ഓഫീസറെ ക്ഷണിച്ചുകൊള്ളുന്നു. 2023-24 വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നടപ്പിലാക്കിയ പൂപ്പൊലി കൃഷിയുമായി ബന്ധപ്പെട്ട ഫീൽഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പദ്ധതി ഇവിടെ വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള ദർശന കുടുംബശ്രീക്ക് എല്ലാവിധ ആശംസകളും കൃഷിഭവൻ നിന്ന് അറിയിക്കുന്നു. പ്രസംഗിക്കാൻ മുൻ മെമ്പറായ ശ്രീമതി ദീപച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. നമ്മുടെ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഈ 16-ാം വാർഡിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ 16-ാം വാർഡിലെ എല്ലാ സഹോദരിമാരും ഉള്ളത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ 2 കർഷകരായിട്ടുള്ള വനിതകൾ, ഒന്ന് നമ്മുടെ പങ്കജം, അതുപോലെ തന്നെ അംബിക, ഇവർ 2 പേരുടെയും അഹോരാത്രമായിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഇവിടെ നല്ലൊരു ചെണ്ടുമല്ലി കൃഷി നടത്തിയിട്ടുണ്ട്. അതിന് തീർച്ചയായും പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെയും ഒക്കെ പരിപൂർണമായിട്ടുള്ള സഹകരണം ഇതിനുണ്ടായിട്ടുണ്ട്. പൂപ്പൊലി എന്ന പേരിൽ പഞ്ചായത്ത് തുടങ്ങി വെച്ച ഈ പരിപാടി വളരെ നല്ലൊരു പദ്ധതിയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ രംഗത്തേക്ക് ഇറങ്ങാൻ ഇന്ന് പൂക്കൃഷിക്ക് വളരെയധികം ബുദ്ധിമുട്ടും ദൗർലഭ്യമൊക്കെ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന് തെളിവാണിത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലും വള്ളിക്കുന്ന് പഞ്ചായത്തിലും 16-ാം വാർഡിലും ഇത് അസാധ്യമായിട്ടല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ കർഷകർ ഇത് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും സഹോദരിമാരെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിൽ മറ്റു പല സ്ഥലത്തും ഇപ്പം ഞാൻ ഇന്നലെ കിഴക്കേ ഭാഗത്തൊക്കെ പോവുകയുണ്ടായി. വെറുതെ തരിശായി കിടക്കുന്ന സ്ഥലത്ത് പോലും അവിടെ ഇതേപോലെ തന്നെ യശോദ, പിന്നെ ബിന്ദു, അങ്ങനെ പറയുന്ന അവരുടെ മരുമകൾ ഷൈജു, അവരുടെ വൈഫ് ഒരു സജിത, ഇവരെല്ലാവരും കൂടി കുറഞ്ഞ രീതിയിൽ തന്നെ ശോഭ, ഇവരൊക്കെ ചേർന്ന് ചെറിയൊരു കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഞാൻ പോയി കണ്ടതാണ്. പക്ഷെ വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും പഞ്ചായത്ത് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവർക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളരെ നല്ലൊരു പരിപാടിയാണ്. ഇതിന് പ്രോത്സാഹനം നൽകിയ പഞ്ചായത്തിന് അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പൂക്കൃഷി ചെയ്യാൻ സ്ഥലം അനുവദിച്ച മേനാത്ത് അനീഫക്കയെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. നിങ്ങളെ ഭൂമി അനുഭവിച്ചതിനുണ്ടല്ലോ. ഇത് വളരെ വൃത്തിയായി ചെയ്തത് നന്നായിട്ടുണ്ട്. വളരെ മനോഹരമായി ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. പറമ്പിൽ ചോദിക്കാൻ ഞാൻ പൂക്കൾ നട്ടുപിടിപ്പിച്ച പങ്കജ ചേച്ചിയെയും അംബിക ചേച്ചിയെ ക്ഷണിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമായി ഞങ്ങളെ സന്തോഷം അറിയിക്കുന്നു. ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല, പക്ഷെ പൂക്കൾ വന്നതിൽ കൂടി ഞങ്ങൾക്ക് സന്തോഷമായി. ഇനി ഞങ്ങൾക്ക് സന്തോഷമായി. ഇങ്ങനെ ഒന്നും ഈ പൂ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് ഈ സ്ഥലം തന്ന ആളോട്, അമ്മേനാത്ത് അനീഫയോടാണ് ആദ്യമായി ഞങ്ങളെ സന്തോഷം അറിയിക്കുന്നത്. പിന്നെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ സ്ഥലം കിട്ടിയതിൽ വെയിലും വെളിച്ചം വെള്ളം എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി മേലിലും തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. എല്ലാവരും ഉണ്ടാക്കണം. നമ്മളെ കേരളത്തിലും ഈ ചെണ്ടുമല്ലി കൃഷി ഉണ്ടാവുന്ന ഞങ്ങൾ നല്ല ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പഞ്ചായത്തുകാരും ഞങ്ങൾക്ക് നല്ല സഹകരണമുണ്ട്. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശൈലജ ടീച്ചറും നാട്ടിലെ മെമ്പർമാരും കൃഷി ഓഫീസറും കൂടെ പൂ മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു.
ആദ്യത്തെ പൂ ശൈലജ ടീച്ചർ അടുത്തുനിന്ന് ഞാൻ തന്നെ വാങ്ങിച്ചു. പൂക്കളിടാൻ വിൽക്കാനുള്ളതാണിത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.